ഷെർഷാദിന്റെ ബ്ലൂടിക്കും ഗോവിന്ദൻ മാഷിന്റെ മകൻ ചോർത്തിയ കത്തും വിവാദത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എല്ലാ സുഹൃത്തുക്കൾക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിലിന്റെ സ്വന്തം ഗോവിന്ദചാമി രാഹുൽ മാങ്കുട്ടത്തിലിന്റെ ലീലാവിലാസങ്ങൾ പുറത്തു വന്നതോടെ മുങ്ങിപ്പോയ വിവാദമാണ് അശോക് ധാവളയ്ക്ക് മുഹമ്മദ് ഷെർഷാദ് എന്ന ഒരാൾ അയച്ച കത്തിന്റെ ചോർച്ച. CPIM പോളിറ്റ് ബ്യൂറോയുടെ കൈവശമുള്ള കത്ത് ചോർത്തിയത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിന്റെ മകൻ ശ്യാംജിത്ത് ആണ് എന്നായിരുന്നു മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ആരോപണമേ ഉണ്ടായിരുന്നുള്ളൂ. ആരോപണ കർത്താവോ അത് അച്ചടിച്ച മാധ്യമങ്ങളോ തെളിവിന്റെ ഒരു കഷണം പോലും ഗോവിന്ദൻ മാഷിന്റെ മകനെതിരെ ഹാജരാക്കിയില്ല. ഏതെങ്കിലും ഒരു പത്രത്തിൽ, ഏതെങ്കിലും ഒരു ചാനലിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ വലിയൊരു അന്വേഷണത്തിനൊടുവിൽ ഞങ്ങൾക്ക് ആ ഉത്തരം കിട്ടി. ഗോവിന്ദൻ മാഷിന്റെ മകൻ തന്നെയാണ് കത്ത് ചോർത്തിയത് എന്ന് മുഹമ്മദ് ഷെർഷാദ് 24 ന്യൂസിൽ തെളിവ് സഹിതം പറയുന്ന ആ ദൃശ്യം നമുക്കൊന്ന് കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ചിരിക്കാതെ വേണം ഇത് കാണേണ്ടത്. ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഈ കത്ത് പുറത്തു വന്ന അന്ന് തന്നെ ഞാൻ ഷാമിന് ആ കത്ത് ഇങ്ങനെ കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ കൊടുത്തു. എനിക്ക് കോടതി വക്കീൽ നോട്ടീസ് അയച്ച സമയത്ത് ഞാൻ ആ സാധനം ഷാമിന് അയച്ചു കൊടുത്ത ഷാമിന് അയച്ചു കൊടുത്ത ഷാമിൻ്റെ വാട്സപ്പാണിത്. ഓക്കെ, ഷാമിന് അയച്ചു കൊടുത്ത എന്നാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാ 17 ജൂലൈ. എന്നിട്ട് ഞാൻ അതിലൊരു വോയിസ് ക്ലിപ്പ് കോടതിയിൽ ഇത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ സമയത്ത് അതെ ഞാൻ അതിൽ ഇങ്ങനെ ഷാമിനെ അയച്ചിട്ട് ഞാൻ പറയുകയാണ്, അതിനകത്ത് വോയിസ് ക്ലിപ്പിൽ പറയുകയാണ് ഇതാ ഇങ്ങനെ ഞാൻ പാർട്ടിക്ക് കൊടുത്ത പേഴ്സണൽ ലെറ്റർ പുള്ളിക്കാരൻ എവിഡൻസ് ആയിട്ട് കോടതി കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ മേലിൽ ഇനി വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നുള്ള ദൈവം കാണട്ടെ എന്നുള്ള രീതിയിലുള്ള എൻ്റെ വോയിസ് ക്ലിപ്പാണിത്. എന്താണ് ശ്യാം അതിൽ മറുപടി? ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് പുള്ളി മറുപടി ഒന്നും അയക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി റീഡ് ചെയ്യും. ബ്ലൂടിക്ക് കണ്ടില്ലേ? താൻ അശോക് ധാവളയ്ക്ക് നൽകിയ പരാതി കോടതി രേഖയായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഷെർഷാദ് ശ്യാംജിത്തിന് വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നു. എന്നാണ് അത് അയച്ചത്? ജൂലൈ 17-ാം തീയതി. ഞാൻ പാർട്ടിക്ക് കൊടുത്ത പേഴ്സണൽ ലെറ്റർ മറ്റേ പുള്ളിക്കാരൻ എവിഡൻസ് ആയി കോടതിയിൽ കൊടുത്തിരിക്കുന്നു. ഇതിന്റെ മുകളിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ദൈവം കാണട്ടെ എന്നായിരുന്നു ആ വോയിസ് ക്ലിപ്പ്. ആ വോയിസ് ക്ലിപ്പ് ശ്യാംജിത്ത് കേട്ടു. വാട്സപ്പിൽ ബ്ലൂടിക്കും വീണു. മറുപടി ഒന്നും പറഞ്ഞുമില്ല. അപ്പോഴേ ഷെർഷാദ് ഉറപ്പിച്ചു, ഈ കത്ത് ചോർത്തിയത് ശ്യാംജിത്ത് തന്നെ. വാട്സപ്പിലെ ആ ബ്ലൂടിക്കാണ് ശ്യാംജിത്ത് തന്നെയാണ് ആ കത്ത് ചോർത്തിയത് എന്ന തന്റെ ആരോപണത്തിനുള്ള തെളിവായി മുഹമ്മദ് ഷെർഷാദ് ഹാജരാക്കുന്നത്. ഇമാതിരി ഒരു അസംബന്ധമാണ് ഈ കേരളത്തിൽ കുറെ നാൾ വൻ വിവാദമായി കൊണ്ടാടിയത്. താൻ പാർട്ടിക്ക് കൊടുത്ത പേഴ്സണൽ ലെറ്റർ രാജേഷ് കൃഷ്ണ എവിഡൻസ് ആയി കോടതിയിൽ ഹാജരാക്കിയ വിവരം 2025 ജൂലൈ 17-നാണ് ഷെർഷാദ് അറിഞ്ഞത്. ഷെർഷാദ് മാത്രമല്ല ഈ കാര്യം അറിഞ്ഞത്. കേസിലെ 2ാം പ്രതി ഏഷ്യാനെറ്റ് ന്യൂസ് ആണ്. 3ാം പ്രതി മാതൃഭൂമിയാണ്. അവരൊക്കെ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട്. കോടതി രേഖയായ കത്ത് അവരുടെ എല്ലാം കൈവശവും എത്തിയിട്ടുണ്ട്. എന്നാൽ ഗോവിന്ദൻ മാഷിന്റെ മകനാണ് ഈ കത്ത് ചോർത്തിയത് എന്ന ആരോപണവും വാർത്താ ബോംബും പൊട്ടിയത് ഓഗസ്റ്റ് 17-നാണ്. ഈ കത്ത് ഇവരുടെ എല്ലാം കയ്യിൽ കിട്ടി 1 മാസം കഴിഞ്ഞ്. എന്തുകൊണ്ട് ഈ കാലതാമസം എന്ന് വിശദീകരിക്കാൻ കത്ത് എഴുതിയവർക്കും വിവാദം പൊലിപ്പിച്ചവർക്കും ഉത്തരവാദിത്വമുണ്ട്. രാജേഷ് കൃഷ്ണ നൽകിയ മാനനഷ്ട കേസിൽ ഡോക്യുമെന്റ് B എന്ന് അടയാളപ്പെടുത്തി കോടതിക്ക് നൽകിയ തെളിവാണ് നാം സ്ക്രീനിൽ കാണുന്നത്. ഇത് മുഹമ്മദ് ഷെർഷാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ്. 2025 ഏപ്രിൽ 3-ന് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്. ആ പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നു: രാജേഷ് കൃഷ്ണയ്ക്കെതിരെ CPIM പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് അശോക് ധവാളയ്ക്ക് പരാതി കൊടുത്തത് ഞാനാണ്. ആർക്കു വേണമെങ്കിലും പരാതിയുടെ പകർപ്പ് ആവശ്യപ്പെടാം. ഇതാണ് പോസ്റ്റ്. കേരളത്തിലെ ഏതാണ്ട് എല്ലാ ന്യൂസ് ചാനലുകളെയും ആ പോസ്റ്റിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. അതായത് 2025 ഏപ്രിൽ മുതൽ മുഹമ്മദ് ഷെർഷാദ് വഴിവാണിഭത്തിന് വെച്ചതാണ് ഈ കത്ത്. അങ്ങനെ ഒരു കത്ത് ചോർത്തിയത് ഗോവിന്ദൻ മാഷുടെ മകൻ ശ്യാംജിത്ത് ആണ് എന്നൊരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ അത്രയ്ക്ക് ശക്തമായ ഒരു തെളിവും വേണം. അതുണ്ടോ ഈ വിവാദത്തിൽ? ഏതെങ്കിലും ഒരു മാധ്യമം അതിനൊരു തെളിവ് നമ്മുടെ മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ടോ? ഈ വിവാദം സംബന്ധിച്ച് മലയാള മനോരമ പ്രസിദ്ധീകരിച്ച ഒരേ ഒരു വാർത്ത മാത്രമാണ് ന്യൂസ് ബുള്ളറ്റ് കേരള ഈ എപ്പിസോഡിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുന്നത്. ആ വാർത്തയാണ് നാം സ്ക്രീനിൽ കാണുന്നത്. കത്തിപ്പടർന്ന കത്ത്, പൊള്ളലേറ്റ് പാർട്ടി എന്ന തലക്കെട്ട്. ചോർത്തിയത് MV ഗോവിന്ദന്റെ മകനെന്ന് ആരോപണം. അങ്ങനെ ഒരു സബ് ഹെഡിങ്ങും കാണാം. വാർത്തയുടെ 2ാം പാരഗ്രാഫ് ഇങ്ങനെയാണ്: രാജേഷിന്റെ സുഹൃത്തും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകനുമായ ശ്യാംജിത്ത് ആണ് കത്ത് ചോർത്തിയത് എന്ന ഗുരുതരമായ ആരോപണവുമായി ഷെർഷാദ് രംഗത്ത് വന്നതോടെ CPM നേതൃത്വം കടുത്ത പ്രതിസന്ധിയിലായി. CPM നേതൃത്വം പ്രതിസന്ധിയിലാകുന്നത് അപ്പോൾ പിടിച്ചെടുക്കാൻ കണ്ടത്തിൽ കുടുംബം രൂപകൽപ്പന ചെയ്ത പ്രത്യേകതരം യന്ത്രങ്ങൾ മനോരമയുടെ എല്ലാ യൂണിറ്റിലും ഉണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അക്കാര്യത്തിൽ നമുക്ക് മനോരമയുമായി ഒരു തർക്കം വേണ്ട. പക്ഷേ അശോക് ധാവളയ്ക്ക് അയച്ച കത്ത് ഗോവിന്ദൻ മാഷിന്റെ മകൻ ചോർത്തി എന്ന് വെണ്ടയ്ക്ക നിരത്തിയാൽ അതിനുള്ള തെളിവ് കൂടി ഹാജരാക്കേണ്ട ബാധ്യത മലയാള മനോരമയ്ക്കുണ്ട്
ഈ വാർത്തയിൽ അങ്ങനെ ഒരു തെളിവില്ല. അല്ലെങ്കിൽ മലയാള മനോരമയുടെ ചീഫ് എഡിറ്റർ മാമൻ മാത്യുവിന്റെ പിതാവ് KM മാത്യു അല്ലെന്ന് കറവക്കാരൻ അണ്ണാച്ചി പരദൂഷണം പറയുന്നതിന്റെ വിലയെ ഈ ആരോപണത്തിനുണ്ടാകൂ. അത് മലയാള മനോരമ മനസ്സിലാക്കണം. പ്രതിക്കൂട്ടിൽ പാർട്ടി എന്ന തലക്കെട്ടിന് കീഴിൽ കുറെ ബുള്ളറ്റ് പോയിന്റുകൾ മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഷർഷാദിന്റെ കത്തിലെ പോയിന്റുകളാണ് അവയെന്ന് വായനക്കാർ ധരിക്കണം. ആ ബുള്ളറ്റ് പോയിന്റുകളും അവയ്ക്ക് വസ്തുതയുമായുള്ള ബന്ധവുമാണ് ന്യൂസ് ബുള്ളറ്റ് കേരള ഇവിടെ പരിശോധിക്കുന്നത്. ആദ്യത്തെ പോയിന്റ് ഇതാണ്: തമിഴ്നാട്ടിൽ പ്രവർത്തിച്ച സ്വകാര്യ സെക്യൂരിറ്റി കമ്പനിയുടെ 74% ഓഹരികൾക്കുള്ള പണം രാജേഷ് ഇംഗ്ലണ്ടിൽ നിന്ന് അയച്ചു. ഈ പണം തിരഞ്ഞെടുപ്പ് സമയത്തടക്കം ഇടതുപക്ഷത്തിന്റെ പ്രധാന നേതാക്കൾക്ക് കൈമാറി. ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഏത് കമ്പനി എന്ന് മനോരമ പറയേണ്ടതല്ലേ? മനോരമ പറയാത്തത് കൊണ്ട് ഞങ്ങൾ ആ കമ്പനിയുടെ പേര് പറയാം. കിങ്ഡം സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ കുറിച്ചാണ് ഈ കത്തിൽ പരാമർശിക്കുന്നത്. സൗബ കോർപ്പിന്റെ സൈറ്റിൽ ഈ കമ്പനിയുടെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റലായി കാണിച്ചിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 1 ലക്ഷം രൂപ. കമ്പനിയുടെ 49% ഷെയർ ഇംഗ്ലീഷ് കമ്പനിക്കും 51% ഷെയർ രാജേഷിന്റെ അമ്മാവൻ അച്യുതൻ നായർക്കുമാണ് എന്നാണ് ഷെർഷാദിന്റെ പരാതിയിൽ ആരോപിക്കുന്നത്. രാജേഷിന്റെ ഷെയറിന്റെ 74% ഇംഗ്ലണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് പരാതിയിൽ. മനോരമ അത് കമ്പനിയുടെ 74% എന്നാക്കി. എന്നാലും അത് എത്ര രൂപ വരും? കമ്പനി രേഖകൾ പ്രകാരം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 1 ലക്ഷം രൂപയാണ്. അതിലൊരു വിഹിതമാണല്ലോ രാജേഷ് എടുക്കേണ്ടത്. ആ എടുത്ത വിഹിതത്തിന്റെ 74% ആണല്ലോ ഇംഗ്ലണ്ടിൽ നിന്ന് അയച്ചത്. ആ തുക എത്ര വരുമെന്നാണ് മനോരമയുടെ ഊഹം? 74% എന്ന് മനോരമ പറയുന്നത് ബോധപൂർവമാണ്. കോടാനുകോടികൾ കടത്തി എന്നൊരു പ്രതീതി നമുക്കുണ്ടാവും. പക്ഷെ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വെറും 1 ലക്ഷം രൂപയാണ്. ആ 1 ലക്ഷം രൂപയിൽ രാജേഷിന്റെ ഷെയറിന്റെ 74% ഇംഗ്ലണ്ടിൽ നിന്ന് അയച്ചു എന്നാണ് പരാതിയിലെ പരാമർശം. അത് എത്ര രൂപ വരും? ഈ അസംബന്ധങ്ങൾ എഴുന്നള്ളിക്കുന്നതിന് ഒരു മര്യാദ വേണ്ടേ? മനോരമയുടെ അടുത്ത ബുള്ളറ്റ് പോയിന്റ് ഇതാണ്: കൺസൾട്ടൻസി സേവനങ്ങൾ എന്ന പേരുകളിലാണ് പണം കൈമാറിയത്. കൺസൾട്ടൻസി സേവനങ്ങൾ എന്നീ പേരുകളിൽ പണം കൈമാറി എന്ന് പറയുമ്പോൾ ഏതെല്ലാം നേതാക്കൾക്ക് എത്ര രൂപ കൈമാറി എന്ന് കൃത്യമായി പറയണം. അതിന് എന്തെങ്കിലും ഒരു തെളിവും ഹാജരാക്കണം. ഇനി ഇക്കാര്യം പരാതിയിൽ എങ്ങനെയാണ് പരാമർശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. The funds were transferred to many people after being directly deposited into my wife's personal account. This is the reality that I am personally aware of. തനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യം എന്നാണ് ഷർഷാദ് പരാതിയിൽ പറയുന്നത്. അങ്ങനെ പറഞ്ഞ് ആരെക്കുറിച്ചും എന്തും ആരോപിക്കാം. വ്യക്തിപരമായി എനിക്കറിയാം എന്ന് താങ്ങിയാൽ മതി. പക്ഷെ അതൊക്കെ എങ്ങനെയാണ് പത്രത്തിൽ മത്തങ്ങ തലക്കെട്ടാകുന്നത്? അതൊക്കെ എങ്ങനെയാണ് ഒരു ആരോപണമായി അച്ചടിച്ചു വരുന്നത്? ഇടതുപക്ഷ നേതാക്കൾക്ക് തന്റെ ഭാര്യയുടെ അക്കൗണ്ട് വഴി പണം കൈമാറി എന്നാണ് ഷെർഷാദ് ആരോപിക്കുന്നത്. ഏതു ഭാര്യ? ഷെർഷാദിന്റെ പീഡനങ്ങളെ തുടർന്ന് 2020 മുതൽ വേർപിരിഞ്ഞു ജീവിക്കുകയാണ് ആ ഭാര്യ. അവർ ഈ അടുത്തിടെ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിൽ ഷെർഷാദ് തനിക്കെതിരെ മുഴക്കിയ ഭീഷണികളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഇങ്ങനെ: നാറ്റിക്കും, സരിതയെയും സ്വപ്നയെയും പോലെ മാധ്യമങ്ങളെ കൊണ്ട് വേട്ടയാടിക്കും, ചുറ്റുമുള്ള ആളുകളെ അകറ്റും, സിനിമ കിട്ടാത്ത അവസ്ഥയുണ്ടാക്കും, നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത പരുവത്തിലാക്കും. ഇതൊക്കെയാണ് ഷെർഷാദിന്റെ ഭീഷണികളെന്ന് അവർ പരസ്യമായി പറയുകയും എഴുതുകയും ചെയ്തു. അത്തരം വോയിസ് മെസ്സേജുകൾ താൻ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്ത ഭാര്യയെക്കുറിച്ചാണ് ഷെർഷാദ് ഈ പരാമർശിക്കുന്നത്. ഈ ഭാര്യയുടെ അക്കൗണ്ട് വഴി ഇടതുപക്ഷ നേതാക്കൾക്ക് പണം നൽകിയെന്ന് ഷർഷാദ് പരാതിയിൽ എഴുതി വെച്ചിരിക്കുന്നു. കുടിലമായ ഒരു അപവാദത്തിനപ്പുറം ഈ ആരോപണത്തിന് എന്ത് വിലയാണുള്ളത്? ഇക്കാര്യം 1-ാം പേജിൽ അച്ചടിക്കുക വഴി കേരളത്തിലെ ഏറ്റവും തരം താണ മഞ്ഞപത്രമായി മാറിയിരിക്കുകയാണ് മലയാള മനോരമ. മനോരമയുടെ അടുത്ത ബുള്ളറ്റ് പോയിന്റ്: കഴിഞ്ഞ മന്ത്രിസഭയിലെ അംഗങ്ങൾക്കും ഇപ്പോഴത്തെ മന്ത്രിമാർക്കും ലഭിച്ച തെരഞ്ഞെടുപ്പ് ഫണ്ട്, മറ്റു സഹായങ്ങൾ എന്നിവയെക്കുറിച്ച് അന്വേഷണം വന്നാൽ പാർട്ടിയുടെയും സർക്കാരിന്റെയും അടിത്തറ ഇളകും. ഇങ്ങനെ പരാതിയിൽ ആരോപിക്കുന്നു എന്നാണ് മനോരമ അവകാശപ്പെടുന്നത്. പരാതിയിൽ ഇതേക്കുറിച്ച് എന്താണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. It would be very serious situation if any enquiries were made into the whereabouts of this money, including election funds and other aids to several leaders, including Rajesh's parents, brothers-in-law, friends and many others whose identities are not clear and who are still members of the CPM's former and now cabinet. ഈ വാചകങ്ങളിലൂടെ ഷർഷാദ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പടച്ച തമ്പുരാന് മാത്രമേ അറിയൂ. എന്തുദ്ദേശിച്ചായാലും പാർട്ടിയുടെയും സർക്കാരിന്റെയും അടിത്തറ ഇളകും എന്നൊന്നും തർജിമ ചെയ്യാവുന്ന ഒരു കാര്യവും ഈ വാചകങ്ങളിലില്ല.
ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ മന്ത്രിസഭയിലെ അംഗങ്ങൾക്കും ഇപ്പോഴത്തെ മന്ത്രിമാർക്കും തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊടുത്തു എന്ന ആരോപണത്തിന് ഒരു തെളിവുമില്ല. എത്ര കൊടുത്തെന്നോ ആർക്ക് കൊടുത്തെന്നോ പരാതിയിൽ ഇല്ല, വാർത്തയിലുമില്ല. പക്ഷെ പരാതിയിൽ പറയാത്തൊരു കാര്യം മനോരമ കയ്യിൽ നിന്ന് പൂശി. ഇറ്റ് വുഡ് ബി എ വെരി സീരിയസ് സിറ്റുവേഷൻ ഇഫ് എനി എൻക്വയറീസ് വെയർ മെയ്ഡ് ഇൻ ടു ദ വെയറബൌട്ട്സ് ഓഫ് ദ മണി എന്നാണ് പരാതിയിൽ. മനോരമ അത് വാർത്തയാക്കിയപ്പോൾ അന്വേഷണം വന്നാൽ പാർട്ടിയുടെയും സർക്കാരിന്റെയും അടിത്തറ ഇളകും എന്നൊരു സംഗതി കയ്യിൽ നിന്നിട്ടു. അതാണ് മനോരമ. മനോരമയുടെ അടുത്ത ബുള്ളറ്റ് പോയിന്റ് കുറെ നേതാക്കളുടെ പേരുകളാണ്. അവർക്ക് രാജേഷ് കൃഷ്ണയുമായി ബന്ധമുണ്ട് എന്നാണ് വലിയ കാര്യമായി എഴുതിയിരിക്കുന്നത്. അതിനെന്താണ് കുഴപ്പം മനോരമേ? നേതാക്കളുമായി ബന്ധമുണ്ടാകുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണോ? അടുത്ത ബുള്ളറ്റ് പോയിന്റ് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പമുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ച് ക്രമക്കേട് നടത്തി. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആരോപണം ആ കത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഈ ഫോട്ടോഗ്രാഫുകളെ കുറിച്ച് കത്തിൽ പരാമർശിക്കുന്നത് രണ്ട് സ്ഥലത്താണ്. ഒരിടത്ത് ഇങ്ങനെ പറയുന്നു: there were pictures of Rajesh in social media talking and interacting close personal with all the top leaders including Honorable Chief Minister, Honorable Thomas Isaac and Comrade Sitaram Yechuri. All of this was constantly being shown to us as well. ഇതൊക്കെ എന്ത് ഇംഗ്ലീഷ് ആണെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ. പക്ഷെ മുഖ്യമന്ത്രിയുടെ ചിത്രം ഉപയോഗിച്ച് ക്രമക്കേട് നടത്തി എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുന്നതൊന്നും ഈ വാചകത്തിലില്ല. അങ്ങനെ ഒരു അർത്ഥമേ ഈ ഭാഗത്തിനില്ല. ഇനി മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ചിത്രങ്ങളെ കുറിച്ച് വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഹിസ് എക്സലൻസി ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, പാസ്റ്റ് ആൻഡ് പ്രസന്റ് ക്യാബിനറ്റ് മെമ്പേഴ്സ്, their office and office staff, LDF and UDF leaders, parliamentarians, senior journalists and other prominent figures in the community have been photographed with above mentioned and he has presented them with appropriate adjectives and claims. ഇവിടെയും മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ച് ക്രമക്കേട് നടത്തി എന്നൊന്നും പരാതിയിൽ പറയുന്നില്ല. അങ്ങനെ ഒരു വ്യാഖ്യാനം മലയാള മനോരമയുടെ വാർത്ത എഴുതിയാൽ സ്വന്തം കയ്യിൽ നിന്ന് ഇട്ടതാണ്. വാർത്ത എഴുതിയ മാന്യദേഹം ഷെർഷാദിന്റെ കത്ത് വായിച്ച ലക്ഷണവുമില്ല. അടുത്ത ബുള്ളറ്റ് പോയിന്റ് ഇതാണ്: ആദ്യ പിണറായി സർക്കാരിൽ ഫിഷറീസ് വകുപ്പിലെ പദ്ധതിക്കായി ലണ്ടനിലെ കടലാസ് കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ കൈമാറി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്ത് തരം അസംബന്ധങ്ങളാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? സർക്കാരിൽ നിന്ന് പണം പറ്റിയെന്നൊക്കെയാണ് സാധാരണ ആരോപണം ഉയരുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഫിഷറീസ് വകുപ്പിലെ പദ്ധതിക്ക് വേണ്ടി ലണ്ടനിലെ കമ്പനി പണം കൈമാറിയത്രേ. ആർക്ക് കൈമാറി? എന്തിന് കൈമാറി? ആ കത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. We later learned that about 50,000 British pounds had been transferred to India in connection with this transaction. We have no idea what this is for or what was done to it later. 50 ലക്ഷം രൂപ ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പിന്നീട് തങ്ങൾ അറിഞ്ഞു എന്നാണ് കത്തിലെ പരാമർശം. എന്തിനെന്നോ ഏതിനെന്നോ ഒരു പിടിയുമില്ല എന്ന് ഷെർഷാദ് തന്നെ സമ്മതിക്കുന്നു. പണം അയച്ചതിന്റെ രേഖകളോ ആർക്കയച്ചു എന്തിനയച്ചു എന്നതിന്റെ ഒരു തെളിവും ഹാജരാക്കിയിട്ടില്ല. ഈ അസംബന്ധത്തിലാണ് മലയാള മനോരമ അച്ചടി മഷി പുരട്ടി 1-ാം പേജിൽ പൊതുദർശനത്തിന് കിടത്തിയിരിക്കുന്നത്. ഈ കത്തിൽ ഒരിടത്ത് ഈ കമ്പനിയെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഇറ്റ് വാസ് ലേറ്റർ ലേൺ ദാറ്റ് പ്ലാസേവ് ജസ്റ്റ് എക്സിസ്റ്റഡ് ഇൻ പേർപ്പസ് ആൻഡ് വാസ് നോട്ട് എ റിയൽ കമ്പനി. നോ ഇൻഫർമേഷൻ അബൌട്ട് ദിസ് കമ്പനി ഈസ് അവൈലബിൾ ഇൻ എനി രജിസ്ട്രി ഇൻ ദ UK. ഇംഗ്ലണ്ടിൽ എവിടെയും രജിസ്റ്റർ ചെയ്യാത്ത കമ്പനി എന്നാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത കമ്പനിക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകുമോ? രജിസ്റ്റർ ചെയ്യാത്ത കടലാസ് കമ്പനിയിൽ നിന്ന് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എങ്ങനെ പണം അയക്കും? വസ്തുതയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ലേഖകൻ ഈ ചോദ്യങ്ങളൊക്കെ സ്വയം ചോദിക്കേണ്ടി വരും. എന്നാൽ ഇവിടെ വാർത്ത എഴുത്ത് വസ്തുതാന്വേഷണമല്ല, മറിച്ച് അതൊരു കൊട്ടേഷൻ പണിയാണ്. ആ കൊട്ടേഷൻ പണിക്ക് ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. ഇതാണ് മലയാള മനോരമയുടെ ജേർണലിസം. കാളമൂത്രം പോലെ എന്തൊക്കെയോ എഴുതി ഒരാൾ ഒരു CPM പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് പരാതിയായി കൊടുക്കുന്നു. കുറെ അപരാധങ്ങൾ 10-20 പേജിൽ DTP എടുത്ു എന്നതിനപ്പുറം ആ പരാതിയിൽ ഒന്നുമില്ല. പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആക്ഷേപത്തിന് പോലും തെളിവുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. ആ കത്തിലെ മറ്റു ചില ആരോപണങ്ങളാകട്ടെ CPIM-ന് അന്വേഷിച്ച് ബോധ്യപ്പെടാൻ കഴിയുന്നവയുമല്ല. ഉദാഹരണത്തിന് ലണ്ടനിൽ ടാക്സ് വെട്ടിക്കാൻ കാർ റാലി നടത്തി എന്നൊരു ആരോപണം ഈ കത്തിലുണ്ട്. പക്ഷെ തെളിവൊന്നും ഹാജരാക്കിയിട്ടില്ല. അതിന്റെ സത്യാവസ്ഥ CPIM എങ്ങനെയാണ് അന്വേഷിച്ച് ബോധ്യപ്പെടുക? പാകിസ്ഥാൻ ക്രിക്കറ്റർ വസീം അക്രത്തിന്റെ പേരൊക്കെ പറഞ്ഞ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നായി ഫണ്ട് കളക്ഷൻ നടത്തി എന്ന് പരാതിയിൽ പരാമർശമുണ്ട്. ഈ പറയുന്നതിൽ വല്ല വസ്തുതയുണ്ടോ എന്ന് അശോക് ധാവളയ്ക്കോ MA ബേബിക്കോ വസീം അക്രത്തോട് ചോദിച്ച് ബോധ്യപ്പെടാൻ പറ്റുമോ? ഇല്ല. ഇത്തരത്തിലുള്ള അസംബന്ധങ്ങളാണ് ഈ കത്ത് നിറയെ. ഈ കത്ത് മാസങ്ങൾക്ക് മുമ്പ് മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചിരുന്നു. ഈ കത്തിൽ പറയുന്ന ഏതെങ്കിലും ഒരു ആരോപണത്തിന് മരുന്നിനൊരു തെളിവ് സംഘടിപ്പിക്കാൻ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടുവോളം സമയമുണ്ടായിരുന്നു. പക്ഷെ ആരോപണം ഉന്നയിച്ച ആളിന്റെ കൈവശം തന്നെ ഒരു തെളിവുമില്ല. പിന്നെ മാധ്യമങ്ങൾക്ക് എവിടെ നിന്നാണ് തെളിവ് കിട്ടുക? ആ ചോദ്യം വേറെ. ഏതായാലും പൊട്ടുന്ന ബോംബൊന്നും ആ കത്തിലില്ല. അതുകൊണ്ട് കത്തൊരു ബോംബായി മാധ്യമങ്ങളിൽ പൊട്ടണമെങ്കിൽ കഥ വേറെ ചമയ്ക്കണം. അങ്ങനെ ചമച്ച കഥയാണ് ഗോവിന്ദൻ മാഷയുടെ മകൻ ശ്യാംജിത്ത് കത്ത് ചോർത്തി എന്ന ആരോപണം. അങ്ങനെയാണ് PB-യിലെ രേഖ ശ്യാംജിത്ത് ചോർത്തി,
ഗോവിന്ദൻ മാഷ് സമാധാനം പറയണം എന്ന ആരവത്തോടെ കത്തും ഷർഷാദും മാധ്യമങ്ങളിൽ അവതരിച്ചത്. ആ കത്തിനെ ഉപജീവിച്ചെഴുതിയ കൽപ്പിത കഥകളുടെ നിലവാരം മലയാള മനോരമയുടെ ഒറ്റ വാർത്തയിൽ നാം കണ്ടു. അങ്കും പുങ്കുമില്ലാത്ത കുറെ ആരോപണങ്ങൾ DTP എടുത്ത് നാട്ടിലാകെ പരത്തുക, അത് സ്വന്തമായി നിർമ്മിച്ച കുറെ കഥകളുടെ അകമ്പടിയോടെ മാധ്യമങ്ങളിൽ പൊലിപ്പിക്കുക. ഈ തന്ത്രമാണ് ഷർഷാദിന്റെ കത്ത് വെച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ CPM-നെതിരെ പൊലിപ്പിച്ചത്. ഇനി ഒരു തമാശ കൂടി പറയാം. മലയാള മനോരമയിലെ രാഷ്ട്രീയ വിശകലന ശിങ്കമായ സുജിത് നായരെ അറിയാമല്ലോ. ഇങ്ങനെ ഒരു വിവാദം നടന്നാൽ അദ്ദേഹം എങ്ങനെയാണ് അടങ്ങിയിരിക്കുക? ആ വിശകലന ശിങ്കം രംഗത്തിറങ്ങി കത്ത് ചോർച്ച ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കേണ്ടി വരും എന്ന തലക്കെട്ടിൽ ഒരു സാഹിത്യം എഴുതി മനോരമയിൽ പ്രസിദ്ധീകരിച്ചു. അതിലെ ഒരു വാചകം ഇങ്ങനെയാണ്: തനിക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ അടങ്ങുന്ന ഒരു പരാതി താൻ തന്നെ കൊടുത്ത മാനനഷ്ട കേസിന്റെ ഭാഗമായി രാജേഷ് കൃഷ്ണ കോടതിയിൽ കൊടുത്തതാണ് അത്ഭുതം. എങ്ങനെയുണ്ട്? ഈ പേട്ട് തലയനൊക്കെ ഇങ്ങനെ എഴുതി വിടുന്നത് കാശ് കൊടുത്ത് വായിക്കേണ്ടി വരുന്നവരെ ഓർത്ത് സഹതപിക്കുകയല്ലാതെ വേറെ വഴിയില്ല. എന്താണ് രാജേഷ് കൃഷ്ണയുടെ കേസ്? മുഹമ്മദ് ഷർഷാദ് CPM നേതാക്കൾക്ക് കൊടുത്ത കത്തിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളും ആ ആരോപണങ്ങളെ അധികരിച്ചുണ്ടായ മാധ്യമ വാർത്തകളും തനിക്ക് മാനഹാനി ഉണ്ടാക്കുന്നു. അതിന് നഷ്ടപരിഹാരം ഈടാക്കി തരണം. അതാണ് കേസ്. ആ കേസിൽ തെളിവായി ഈ കത്തല്ലാതെ മറ്റെന്താണ് ഹാജരാക്കുക? സുജിത് നായരുടെ രക്തവും മലവും മൂത്രവും പരിശോധിച്ച ലാബ് റിപ്പോർട്ടാണോ ഈ കേസിൽ എക്സിബിറ്റായി ഹാജരാക്കേണ്ടത്? രാഷ്ട്രീയ വിശകലനം എന്ന പേരിൽ എന്തൊക്കെ അസംബന്ധങ്ങളാണ് എഴുതി പിടിപ്പിക്കുന്നത്? ഷർഷാദിന്റെ കത്തിനെ ആ ഹർജിയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: that the annexure A letter authored and issued by defendant and circulated with malice contains several unverified, scandalous, defamatory and fictitious allegations, including accusations of financial misappropriation, personal misconduct and criminal activity, each of which is entirely baseless, false and devoid of any legal or factual foundation. പ്രതി എഴുതി ദുഷ്ടലാക്കോടെ പ്രചരിപ്പിക്കുന്ന കത്തിൽ സാമ്പത്തിക അപഹരണം, വ്യക്തിപരമായ ദുർനടപ്പ്, ക്രിമിനൽ പ്രവർത്തനം എന്നിവയുൾപ്പെടെ സ്ഥിരീകരിക്കാൻ കഴിയാത്ത അപകീർത്തികരവും സാങ്കല്പികവുമായ ആരോപണങ്ങൾ അടങ്ങിയിരിക്കുന്നു. അവയോരോന്നും പൂർണ്ണമായും അടിസ്ഥാനരഹിതവും വ്യാജവും നിയമപരമോ വസ്തുതാപരമോ ആയ നിലനിൽപ്പില്ലാത്തതുമാണ്. ഇങ്ങനെ ഒരു കത്തെഴുതി പ്രചരിപ്പിച്ച് തനിക്ക് മാനഹാനി ഉണ്ടാക്കിയതിന് 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നൽകിയ കേസിൽ ആ കത്ത് എക്സിബിറ്റായി ഹാജരാക്കിയിരിക്കുന്നത് കണ്ട് മലയാള മനോരമയിലെ വിശകലന ശിങ്കം സുജിത് നായർക്ക് അത്ഭുതം വന്നത്രേ. കോത്താഴത്തെ രാഷ്ട്രീയ വിശകലന വിദ്വാൻ എന്നല്ലാതെ അദ്ദേഹത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? അടുത്ത വിശകലനം ഇതിലും കേമമാണ്. കത്ത് ചോർത്തിയത് ഗോവിന്ദന്റെ മകനാണെന്ന് ഷർഷാദ് പുറത്തു പറയുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ബേബിക്ക് നൽകിയ കത്തിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഗോവിന്ദന് പാർട്ടിക്കകത്തും പുറത്തും നിലപാട് വ്യക്തമാക്കേണ്ടി വരും. ഉണ്ടയാണ് നായരെ, ഉണ്ട. കത്ത് ചോർത്തിയത് ഗോവിന്ദന്റെ മകനാണെങ്കിൽ അത് തെളിയിക്കുന്ന തെളിവാണ് അകത്തും പുറത്തും ഷർഷാദിന്റെ അസംബന്ധം വാർത്തയാക്കിയവരും കൊണ്ടുവരേണ്ടത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ വാട്സപ്പിലെ ബ്ലൂടിക്ക് അല്ല ആ തെളിവ്. അതുകൊണ്ട് മക്കൾ ആദ്യം പോയി ആരോപണത്തിന്റെ തെളിവുമായിട്ട് ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. ഇത്തരം അസംബന്ധങ്ങൾ എഴുതിവിടുന്ന കക്ഷിക്കാണ് കേരള രാഷ്ട്രീയത്തെ പ്രവചനാത്മകമായി വിശകലനം ചെയ്ത വകയിൽ തോപ്പിൽ ഫാസി ഫൗണ്ടേഷന്റെ പുരസ്കാരം കിട്ടിയത്. തോപ്പിൽ ഫാസിയുടെ ആത്മാവ് ആ ഫൗണ്ടേഷന്റെ ചെയർമാനായ പന്നിൻ രവീന്ദ്രനോട് പൊറുക്കട്ടെ എന്ന് മാത്രം ആശിക്കാം. പ്രിയമുള്ളവരെ, ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സാമ്പത്തിക സഹായത്തിന്റെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ. നിങ്ങളുടെ കലവറയില്ലാത്ത സഹായമില്ലാതെ ഞങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത്തരം മാധ്യമ സ്ഥാപനങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ന്യൂസ് ബുള്ളറ്റ് കേരളയെ സാമ്പത്തികമായി പിന്തുണയ്ക്കണമെന്ന് ഒരിക്കൽ കൂടി വിനയാന്വിതനായി അഭ്യർത്ഥിക്കുന്നു. BIJU.3388@federal എന്ന UPI വിലാസത്തിലോ ഈ QR കോഡ് സ്കാൻ ചെയ്തോ നിങ്ങളുടെ പിന്തുണ ഉറപ്പാക്കണം. ഞങ്ങളെ സഹായിക്കാൻ കൂടുതൽ പേരെ പ്രേരിപ്പിക്കുകയും വേണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ ചാനൽ നിലനിർത്തും എന്ന വിശ്വാസത്തോടെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.